മകളെ, കുരുക്ഷേത്രത്തിൽ കൗരവരും പാണ്ഡവരുമായി നടന്ന 14-ാം ദിവസത്തെ യുദ്ധം രാത്രിയിലും തുടർന്നു. തൻ്റെ മകനായ അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണക്കാരനായ ജയദ്രഥനെ വധിച്ചുകൊണ്ട് അർജുനൻ പ്രതിജ്ഞ നിറവേറ്റി. അഭിമന്യുവിനെ വധിച്ചതിൻ്റെ പേരിൽ ജയദ്രഥനെ അടുത്ത ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കുമെന്നായിരുന്നു അർജുനൻ പ്രതിജ്ഞ ചെയ്തത്. സൂര്യൻ അസ്തമയത്തോടടുക്കുമ്പോഴും അർജുനന് ജയദ്രഥനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഭീമനും സാത്വികിയും അർജുനൻ്റെ സഹായത്തിന് എത്തി. അർജുനനെ തടയാൻ ശ്രമിച്ച ഭൂരിശ്രവസിനെ എല്ലാവരും എതിർത്തിട്ടും സാത്വികി വധിച്ചു. ഈ സമയത്ത് അർജുനൻ ജയദ്രഥനെ കണ്ടെത്തി. ദുര്യോധനൻ, കർണൻ തുടങ്ങിയ 6 മഹാരഥന്മാർ കാവൽ നിന്നിരുന്നതിനാൽ അർജുനൻ അങ്ങോട്ട് എത്തുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ശ്രീകൃഷ്ണൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. തൻ്റെ മായാശക്തിയാൽ കൃഷ്ണൻ സൂര്യബിംബത്തെ മറച്ച് യുദ്ധഭൂമിയിൽ രാത്രിയുടെ ഭാവം ഉണ്ടാക്കി. പകൽ അസ്തമിച്ചു എന്ന് ധരിച്ച ജയദ്രഥൻ വിജയമാഘോഷിക്കാൻ വേണ്ടി സൈന്യമധ്യത്തു നിന്നും പുറത്തു വന്നു. അപ്പോൾ മായാനിർമ്മിതമായ ഇരുളിനെ കൃഷ്ണൻ പിൻവലിച്ചു. സൂര്യൻ വീണ്ടും ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ തക്കം നോക്കി കൃഷ്ണൻ്റെ ആജ്ഞപ്രകാരം അർജുനൻ ജയദ്രഥൻ്റെ തലയരിഞ്ഞു. ആ തല താഴെ വീണാൽ അത് വീഴ്ത്തിയയാൾ തല പൊട്ടിത്തെറിച്ച് മരിക്കുമെന്ന് ഒരു വിധി ഉണ്ടായിരുന്നതിനാൽ കൃഷ്ണൻ പറഞ്ഞ പ്രകാരം തലയറുത്ത അമ്പ് അർജുനൻ സെമന്തപഞ്ചകത്തിന് പുറത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധക്ഷത്രൻ എന്ന ജയദ്രഥൻ്റെ പിതാവിൻ്റെ മടിത്തട്ടിൽ കൊണ്ടുവന്ന് വീഴ്ത്തി. ധ്യാനത്തിൽ നിന്നും ഞെട്ടിയുണർന്ന വൃദ്ധക്ഷത്രൻ തൻ്റെ മകൻ്റേതാണ് തല എന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ജയദ്രഥൻ്റെ തല താഴെ വീണതിനാൽ ആ ക്ഷണത്തിൽ തന്നെ വൃദ്ധക്ഷത്രൻ തല 100 കഷ്ണങ്ങളായി തകർന്ന് മരിക്കുകയും ചെയ്തു. പാണ്ഡവർക്ക് ഒരു വിജയം കൂടി ഉണ്ടായി. സഞ്ജയൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, പാണ്ഡവർക്കുണ്ടായ വിജയം കണ്ടിട്ട് എൻ്റെ കൂട്ടർ എന്തു ചെയ്തു? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ജയദ്രഥൻ മരിച്ചതറിഞ്ഞ് കൃപർ കൂടുതൽ കോപത്തോടെ യുദ്ധമാരംഭിച്ചു. അദ്ദേഹം തൻ്റെ ആദ്യകാല ആചാര്യൻ ആയിരുന്നെങ്കിലും അർജുനൻ വീര്യത്തോട് തന്നെ ഗുരുവിനെ നേരിട്ടു. ആ സമയത്ത് തൻ്റെ യഥാർത്ഥ ഗുരുവിൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് അർജുനനെ ആക്രമിക്കുവാൻ എത്തിച്ചേർന്നു. ഇരുവശത്തു നിന്നും ശക്തമായ ആക്രമണമുണ്ടായപ്പോൾ അർജുനൻ കുറച്ചൊന്ന് വിഷമത്തിലായി. ഇരുവരെയും വധിക്കണമെന്ന് പാർത്ഥന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ യുദ്ധമാണ്, പ്രത്യാക്രമണം നടത്താതിരിക്കാൻ ആവില്ല. അങ്ങനെ വന്നാൽ ശത്രുവിൻ്റെ അസ്ത്രത്തിന് ഇരയാകും. അതിനാൽ അർജുനൻ ഗുരുവിൻ്റെയും ഗുരുപുത്രൻ്റെയും അമ്പുകളെ തടഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ചില അസ്ത്രങ്ങൾ അർജുനൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. എല്ലാം കഠിനമായ വേദന ഉളവാക്കുന്നവ തന്നെ ആയിരുന്നു. അർജുനൻ അയച്ച കുറേ അസ്ത്രങ്ങൾ ഏൽക്കുക മൂലം കൃപർ തേർത്തട്ടിൽ ബോധമറ്റ് കിടന്നു. ഇത് അർജുനനെ വേദനിപ്പിച്ചു. താൻ മൂലം ഗുരുവായ കൃപർക്കിതെല്ലാം അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് പാർത്ഥൻ വളരെയേറെ ദുഃഖിച്ചു. ദുര്യോധനൻ്റെ ജനന സമയത്തെ ദുർലക്ഷണങ്ങൾ കണ്ടിട്ട് പണ്ഡിതനായ വിദുരർ പറഞ്ഞതാണ്, ബന്ധുജനങ്ങളുടെ രക്ഷയെ കരുതിയെങ്കിലും ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ. അന്നത് ചെയ്യാതിരുന്നതിനാൽ വിദുരരുടെ വാക്ക് സത്യമായി ഭവിച്ചു. തൻ്റെ ഗുരുവായ കൃപാചാര്യർക്ക് ഈ വിധം സംഭവിക്കാൻ താൻ കാരണക്കാരനായല്ലോ എന്നായിരുന്നു പാർത്ഥൻ്റെ ദുഃഖം. രാജാവെ, ജയദ്രഥൻ്റെ വധത്തിൽ കോപാകുലനായി തീർന്ന കർണൻ അർജുനൻ്റെ നേരെ ശക്തമായ ശരപ്രയോഗം തുടങ്ങി. പാഞ്ചാല രാജ്യത്തെ 2 രാജകുമാരന്മാരും സാത്വികിയും കർണനെ നേരിട്ടു. കർണൻ സാത്വികയുടെ നേരെ തിരിഞ്ഞു. അപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, കർണൻ സാത്വികയെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. സാത്വികി ഭൂരിശ്രവസിനെ വധിച്ചത് കർണനെ കോപിഷ്ഠനാക്കിയിട്ടുണ്ട്. അതിനാൽ തേർ കർണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, സാത്വികി കർണനെ നേരിട്ടുകൊള്ളും. പോരെങ്കിൽ പാഞ്ചാല രാജകുമാരന്മാർ അയാളെ സഹായിക്കാനും ഉണ്ട്. ഇപ്പോൾ നീ കർണനെ നേരിടാൻ പോകേണ്ട. കർണൻ ഇന്ദ്രനിൽ നിന്നും നേടിയ ആയുധം മുടങ്ങാതെ പൂജ ചെയ്ത് നിന്നെ വധിക്കുവാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാത്വികി കർണനുമായി യുദ്ധം ചെയ്യട്ടെ. കർണൻ്റെ അന്ത്യം എപ്പോഴാണെന്ന് എനിക്കറിയാം. അന്ന് നിന്നെ ഞാൻ അവിടെ എത്തിക്കും. അപ്പോൾ മാത്രം നീ കർണനെതിരെ ആയുധമെടുത്താൽ മതി. ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, ഭൂരിശ്രവസും ജയദ്രഥനും വധിക്കപ്പെടുമ്പോൾ സാത്വികിക്ക് രഥമില്ലായിരുന്നല്ലോ, പിന്നെ അയാൾ എങ്ങനെ അവിടെ എത്തി?
സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ശ്രീകൃഷ്ണ ഭഗവാൻ ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹം അറിയാതെ ഒരില പോലും അനങ്ങില്ല. ഭഗവാൻ സ്വന്തം സാരഥിയായ ദാരുകനോട് തൻ്റെ രഥം തയ്യാറാക്കി നിർത്തുവാൻ ആജ്ഞാപിച്ചിരുന്നു. രഥം നഷ്ടപ്പെട്ട സാത്വികിയെ കർണൻ ആക്രമിക്കുന്നത് കണ്ട ശ്രീകൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യത്തിൽ നിന്നും ഋഷഭസ്വരം മുഴക്കി. ദാരുകൻ പെട്ടെന്ന് രഥവുമായി എത്തി ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സാത്വികിയെ രഥത്തിൽ കയറ്റി. അങ്ങനെ സാത്വികി വീണ്ടും യുദ്ധം തുടർന്നു. കർണനും സാത്വികിയുമായി ഘോരമായ യുദ്ധം തന്നെ നടന്നു. ദാരുകൻ്റെ രഥവൈഭവം സാത്വികിക്ക് സഹായമായി. ആ പോരാട്ടം കാണുവാൻ യോദ്ധാക്കൾ യുദ്ധം നിർത്തി നോക്കി നിൽക്കുകയും ദേവഗന്ധർവന്മാർ ആകാശവീഥിയിൽ നിരക്കുകയും ചെയ്തു. രണ്ട് യോദ്ധാക്കളും പരസ്പരം മുറിവേൽപ്പിച്ചു. സാത്വികയുടെ ഘോരശരങ്ങളേറ്റ് കർണൻ്റെ സാരഥി യമലോകം പ്രാപിക്കുകയും രഥം തകരുകയും കുതിരകൾ ചാകുകയും ചെയ്തു. രാജാവെ, തുടർന്ന് കർണൻ്റെ പുത്രനായ വൃഷസേനനും അശ്വത്ഥാമാവും ശല്യരും ചേർന്ന് സാത്വികയോട് യുദ്ധം തുടങ്ങി. രഥം നഷ്ടപ്പെട്ട് പരാജയം നേരിട്ട കർണൻ ദുര്യോധനൻ്റെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. രാജാവെ, സാത്വികയ്ക്ക് വേണമെങ്കിൽ കർണനെയും അങ്ങയുടെ പുത്രന്മാരെയും വധിക്കാമായിരുന്നു. പക്ഷേ പാർത്ഥൻ്റെയും ഭീമൻ്റെയും പ്രതിജ്ഞകളോർത്ത് അയാൾ അതിന് തയ്യാറായില്ല. അർജുനനെ പോലെ സമർത്ഥനായ ഒരു വില്ലാളിയായിരുന്നു സാത്വികിയും. അയാൾ അങ്ങയുടെ സൈന്യത്തിൽ നാശത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചു വിട്ടു. അപ്പോൾ ദാരുകൻ്റെ സഹോദരൻ കൊണ്ടുവന്ന ഒരു ചെറിയ രഥത്തിൽ കയറി സാത്വികി യുദ്ധം തുടർന്നു. ഇത് കണ്ട് കൗരവർ കർണന് കൂടുതൽ വലിയൊരു രഥം നൽകുകയും അതിൽ നിന്നുകൊണ്ട് കർണൻ യുദ്ധം തുടരുകയും ചെയ്തു. രാജാവേ, ഈ ദിവസത്തെ യുദ്ധത്തിൽ അങ്ങയുടെ പുത്രന്മാരും സൈന്യവും വലിയ പരാജയം നേരിട്ടു. ഭീമസേനൻ അങ്ങയുടെ 31 പുത്രന്മാരെ അന്നുവരെ വധിച്ചു. അങ്ങ് ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഈ നരഹത്യകളെല്ലാം. ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, പിന്നെ ആ യുദ്ധഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചു? രാജാവേ, ഭീമസേനൻ്റെ രഥം തകർന്നുപോയി. അപ്പോൾ കർണൻ ഭീമനെ ധാരാളം ആക്ഷേപവാക്കുകൾ കൊണ്ട് അപമാനിച്ചു. കോപം അടക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭീമൻ അർജുനോട് പറഞ്ഞു, പാർത്ഥ, കർണൻ എന്നെ അധിക്ഷേപിച്ചത് കേട്ടില്ലേ? അയാൾ എന്നെ വിളിച്ച പേരുകൾ കേട്ടോ? വിഡ്ഢി, ഷണ്ടൻ, വയറൻ, ഭീരു എന്തെല്ലാമാണ് എന്നെ വിളിച്ചത്. എന്നെ ഇങ്ങനെ അപമാനിച്ചതിൽ ഇവനെ വധിക്കുക തന്നെ വേണം. ഇക്കാര്യത്തിൽ നീ എൻ്റെ വാക്കുകൾ കൂടി കേൾക്കണം. ഇത് കേട്ട് അർജുനൻ കർണൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഹേ സൂതപുത്ര, നീ വലിയ വീമ്പ് പറച്ചിലുകാരനാണെന്ന് എനിക്കറിയാം. യുദ്ധഭൂമിയിൽ വരുന്ന വീരയോദ്ധാവിന് 2 ഫലങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ പരാജയം. ഇന്ന് യുദ്ധഭൂമിയിൽ സാത്വികൻ നിന്റെ രഥം തകർത്ത് നിന്നെ പരാജയപ്പെടുത്തി. അവൻ എന്നെ വധിക്കാതെ വിട്ടത് ഞാനത് ചെയ്യട്ടെ എന്ന് കരുതിയാണ്. കർണ, നിന്റെ മരണം ആസന്നമായിരിക്കുന്നു. നിന്റെ ബുദ്ധിയാകെ വികലമായി എന്തൊക്കെയോ പുലമ്പുന്നു. കാലദോഷത്താൽ നിനക്കെൻ്റെ ജ്യേഷ്ഠൻ ഭീമസേനൻ്റെ രഥം തകർക്കുവാൻ കഴിഞ്ഞു. അതുപോകട്ടെ, നീ ഒരു ഭീരുവിനെ പോലെ ഭീമനോട് കൊള്ളിവാക്കുകൾ വിളിച്ചു പറഞ്ഞു. ഇത് വീരന്മാർക്ക് ചേർന്നതല്ല, മഹാപാപവുമാണ്. നീ ജനിച്ചത് സൂതവംശത്തിലല്ലേ? അപ്പോൾ അതിന് ചേർന്ന വാക്കുകളെ നിന്റെ നാവിൽ നിന്നും പുറപ്പെടൂ. നീ പറഞ്ഞ അസത്യവാക്കുകൾക്ക് ഈ സൈന്യം മുഴുവൻ സാക്ഷികളാണ്. കൃഷ്ണനും ഞാനും അതെല്ലാം കേട്ടതുമാണ്. ഭീമൻ എത്രയോ തവണ നിന്റെ രഥം തകർത്തു. എന്നിട്ടും നീ പറഞ്ഞ വിധത്തിലുള്ള ഒരു വാക്കെങ്കിലും ഭീമൻ നിന്നോട് പറഞ്ഞോ? എൻ്റെ അസാന്നിധ്യത്തിൽ നീയും നിന്റെ നീചന്മാരായ സഹചാരികളും ചേർന്ന് നിരാലംബനായ അഭിമന്യുവിനെ വധിച്ചില്ലേ? അതിനുള്ള പ്രതിഫലം വളരെ താമസിയാതെ ഞാൻ നിനക്ക് തരുന്നുണ്ട്. നിന്റെ ബന്ധുക്കളെയും പുത്രന്മാരെയും ഞാൻ വധിക്കുന്നുണ്ട്. നിനക്കും വൃഷസേനൻ എനിക്ക് എൻ്റെ അഭിമന്യുവിനെ പോലെ തന്നെയല്ലേ? അവനെ നിന്റെ മുന്നിലിട്ട് ഞാൻ വധിക്കുന്നതാണ്. ഇതെൻ്റെ ശപഥമാണ്. ഈ ശപഥം കേട്ടപ്പോൾ പാണ്ഡവസേന ഒന്നടങ്കം ആർത്തു വിളിച്ചു. രാത്രിയായിട്ടും യുദ്ധം തുടരുകയായിരുന്നു. പ്രതിജ്ഞ സഫലമാക്കിയ അർജുനനെ സന്തോഷപൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ധനഞ്ജയ, നീ നിന്റെ ശപഥം പാലിച്ചു. പാപികളായ ജയദ്രഥനും പിതാവ് വൃദ്ധക്ഷത്രനും പരലോകം പോയി. അത് നിന്റെ വിജയമാണ്. കൗരവസൈന്യം യഥാർത്ഥത്തിൽ അജയ്യരായിരുന്നു. എന്നിട്ടും നീ നിന്റെ വാക്ക് പാലിച്ചു. ഈ പാപികളായ കൗരവരെ നേരിടാൻ നിന്നെപ്പോലെ ഒരാൾക്കേ കഴിയൂ. ഇനി കർണനെയും കൗരവരിൽ ശേഷിച്ച സഹോദരന്മാരെയും വധിച്ചു കഴിഞ്ഞാൽ നിന്റെ കീർത്തി ലോകമെങ്ങും പരക്കും. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, എനിക്കെൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞത് അങ്ങയെപ്പോലുള്ള ഒരാളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങുള്ളിടത്തെ വിജയമുണ്ടാകൂ. അതിൽ ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു?
കൃഷ്ണൻ സാവധാനം രഥം മുന്നോട്ട് നടത്തി യുദ്ധഭൂമിയിലെ ദാരുണ ദൃശ്യങ്ങൾ അർജുനന് കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, പാർത്ഥ, ഈ യുദ്ധഭൂമി നോക്കൂ. വിജയം കൊതിച്ചു വന്ന് മൃതരായവരും അർദ്ധപ്രാണരായി കിടക്കുന്ന മഹാരഥന്മാരായ രാജാക്കന്മാരുമാണ് ഇവരെല്ലാം. എല്ലാവരും നിന്റെ ശരങ്ങളേറ്റ് പരലോകം പോയി. ഇപ്പോഴും അവരുടെ മുഖങ്ങളിൽ തേജസ് നിലനിൽക്കുന്നു. നോക്കൂ, അവരുടെ ആയുധങ്ങളാണ് ഈ ഭൂമിയിലാകെ ചിതറിക്കിടക്കുന്നത്. മഹാരാജാവേ, ഈ വിധത്തിൽ യുദ്ധക്കളത്തിലെ ദാരുണ സംഭവങ്ങൾ കൃഷ്ണൻ സുഹൃത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ട് രഥം മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനിടയിൽ ശ്രീകൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യമെടുത്ത് മുഴക്കി. രഥം യുധിഷ്ഠിരൻ്റെ മുന്നിൽ നിർത്തി അതിൽ നിന്ന് ഇറങ്ങി കൃഷ്ണൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ ശത്രു മരിച്ചിരിക്കുന്നു. മഹാഭാഗ്യം. അങ്ങ് അഭിനന്ദനം അർഹിക്കുന്നു. യുധിഷ്ഠിരൻ തേരിൽ നിന്നും ഇറങ്ങി വന്ന് കൃഷ്ണാർജുനന്മാരെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ഈ വിജയവാർത്ത അങ്ങയുടെ നാവിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. പ്രതിജ്ഞ ഒരു ഭാരമായി മനസ്സിൽ നിൽക്കുകയായിരുന്നു. അത് ഒഴിവായത് മഹാഭാഗ്യം. അങ്ങെപ്പോഴും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷയാണ്. അങ്ങയുടെ ബുദ്ധിയും ശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് പാർത്ഥന് ജയദ്രഥനെ വധിക്കാൻ കഴിഞ്ഞത്. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാം സംഭവിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ധർമ്മജ, അങ്ങയുടെ സത്യപാലനവും ധർമ്മനിഷ്ഠയും ചാരല്യവും കൊണ്ടാണ് പാർത്ഥന് ജയദ്രഥനെ വധിക്കാൻ കഴിഞ്ഞത്. ശാസ്ത്രജ്ഞാനം, ബുദ്ധി, ധൈര്യം, കരബലം എന്നീ ഗുണങ്ങൾ തികഞ്ഞവനാണ് പാർത്ഥൻ. രാജാവേ, യുധിഷ്ഠിരൻ വീണ്ടും അർജുനനെ ആലിംഗനം ചെയ്തു. അപ്പോൾ ഭീമനും സാത്യകിയും അവിടെ എത്തി. പിന്നാലെ യുധാമന്യവും ഉത്തമൗജസ്സും കൂടി അവിടെ എത്തിച്ചേർന്നു. അവർ എല്ലാവരും യുധിഷ്ഠിരനെ നമസ്കരിച്ചു. യുദ്ധം വിജയിക്കാൻ സഹായിച്ച എല്ലാവരോടും യുധിഷ്ഠിരൻ കൃതജ്ഞത അറിയിച്ചു. ഒടുവിൽ എല്ലാവരും ചേർന്ന് ശിബിരങ്ങളിലേക്ക് യാത്രയായി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.